സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് അറിയാം. നമ്മളൊക്കെ മഹാക്ഷേത്രങ്ങൾ കാണാൻ പോയിട്ടുണ്ടാവും. ഗുരുവായൂരാവട്ടെ, ചോറ്റാനിക്കരയാവട്ടെ, മൂകാംബികയാവട്ടെ, തൃപ്രയാറാവട്ടെ, കൊടുങ്ങല്ലൂരാവട്ടെ, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനത്തിന് പോയിട്ടില്ലേ? ഇനി വേണ്ട ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും മഹാക്ഷേത്രങ്ങളിൽ. ഈ മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു ശീവേലി എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ശീവേലി സമയത്ത് മേൽശാന്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചയിച്ചപ്പെട്ട ശാന്തി ഒരു വിഗ്രഹം എടുത്തിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ വന്നിട്ട് ചുറ്റോട് ചുറ്റും വന്നിട്ട് ഓരോ ബലിക്കലിൻ്റെ മുമ്പിലും ബലി തൂവുന്ന ഒരു ചടങ്ങ് കണ്ടിട്ടുണ്ടാവല്ലോ. ഈ സമയത്ത് നമ്മൾക്ക് സാധാരണ ഭക്തജനങ്ങൾക്ക് ഈ പറയുന്ന ശീവേലിയുടെ ഒന്നിച്ച് പ്രദക്ഷിണം വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കണം, ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന ബലിതൂവൽ ചടങ്ങുണ്ട്. പല സ്ഥലങ്ങളിലും ശീവേലിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശീവേലിയായി ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ശ്രീകോവിലിൻ്റെ അകത്തുള്ള ഒരു ദേവനുണ്ട്. അത് ദേവിയാവാം ദേവനാവാം. ഈ ദേവീ ദേവന്മാർക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും കൃത്യസമയത്ത് നിവേദ്യം കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ഈ നിവേദ്യം ഭഗവാന് കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ സർവ്വസൈനാധിപന്മാരായിട്ട നിരവധി ഉപദേവന്മാർ ആ ക്ഷേത്രത്തിന്റെ ചുറ്റുമുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഭഗവാന്റെ സംരക്ഷകരായിട്ട ആൾക്കാരാണ് ഈ നാലമ്പലത്തിന്റെ ചുറ്റുപുറത്തുള്ള പല ഭാഗത്തായിട്ട് ചെറിയ കല്ലുകൾ കാണാം. അതുപോലെ തന്നെ നേരെ മുമ്പിലായിട്ട്, നാലമ്പലത്തിന് നേരെ മുമ്പിലായിട്ട് വലിയൊരു കൊടിമരത്തിന്റെ അടുത്തായിട്ട് വലിയൊരു ബലിക്കല്ലും കാണാം. ഇതൊക്കെ തന്നെ ഈ ഭഗവാന്റെ ഉപസൈനാധിപന്മാരാണ്. സൈനാധിപന്മാരും ഉപസൈനാധിപന്മാരുമാണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ ഉപദേവന്മാർ. അപ്പൊ ഇവർക്ക് അവിടെ നിവേദ്യം കൊടുക്കുമ്പോൾ ഇവർക്കും നിവേദ്യം വേണ്ടേ? ഇവർ പട്ടിണിയാവുമല്ലോ. അപ്പൊ അങ്ങനെ ഇവർക്കുള്ള നിവേദ്യം കൊടുക്കാൻ വേണ്ടി സാക്ഷാൽ ഭഗവാൻ തന്നെ നേരിട്ട് വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ സങ്കല്പം. അപ്പോൾ ഭഗവാൻ ഇവരോടത്തൊക്കെ എഴുന്നള്ളി ഈ അവസരത്തിൽ ഓരോ ഉപസൈനാധിപന്മാർക്ക് അല്ല ഉപദേവന്മാർക്കും ഇങ്ങനെ ഈ പറയുന്ന നിവേദ്യം കൊടുത്ത് പോവുകയാണ് പതിവ്. ഏറ്റവും അവസാനമാണ് ഈ ക്ഷേത്രത്തിന്റെ കാവൽക്കാരൻ. നേരത്തെ ഉള്ള ഉപദേവന്മാരെല്ലാം തന്നെ ദേവന്റെ കാവൽക്കാരാണ്. ക്ഷേത്രത്തിന്റെ കാവൽക്കാരായ ഒരാളുണ്ട്. അതിനെ ക്ഷേത്രപാലകൻ എന്നാണ് പറയുക. അത് ചില സ്ഥലത്ത് ശിവലിംഗ രൂപത്തിലോ അല്ലെങ്കിൽ കുറച്ച് വലിയ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അത് ശരാശരി നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഈശാനുകോണോട് ചേർന്നിട്ടായിരിക്കും ഈ ക്ഷേത്രപാലകൻ ഉണ്ടാവുക. അപ്പോൾ ഈ ക്ഷേത്രപാലകൻ ഈ പാത്രത്തോടു കൂടി സമർപ്പിക്കാതോടുകൂടി തീർന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. പാത്രത്തോടു കൂടി കൊടുക്കും. കാരണം ക്ഷേത്രപാലകന്റെ കീഴിലുള്ള ഉപസൈനാധിപന്മാർക്കെല്ലാം ക്ഷേത്രപാലകൻ കൊടുത്തോളും. എന്നാൽ നമ്മൾ ചിന്തിക്കും, ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനൊരു ചടങ്ങില്ലല്ലോ എന്ന് ചിന്തിക്കും. ശരിയാണ്. സാധാരണ ചെറുമാതിരി ക്ഷേത്രങ്ങളിലൊന്നും ഇതുപോലെ എല്ലാ ദിവസവും ശീവേലിയായിട്ട് പോയിട്ട് എല്ലാ സ്ഥലത്തും ദേവൻ പോയിട്ട് കൊടുക്കാറില്ല. അങ്ങനെ വരുന്നിടത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുവെ ഈ പറയുന്ന ദേവന്റെ അവിടുത്തെ നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഒരു കയ്യിൽ അല്പം നിവേദ്യം എടുത്തിട്ട് നേരെ ആ ശ്രീകോവിലിന്റെ നേരെ മുമ്പിലുള്ള ഒരു ബലിക്കലുണ്ട്. കിഴക്കോട്ടാണ് മുഖമെങ്കിൽ അത് ഇന്ദ്രനാണ് സ്ഥാനം. ഇനി അവിടെ അല്ലെങ്കിൽ വലത് കൈയുടെ ഭാഗത്ത്, ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്തായിട്ട് മറ്റൊരു ബലിക്കലുണ്ട് ഒരു കോർണറിൽ. അത് അഗ്നി ആയിട്ടാണ്, അഗ്നിദേവനായിട്ട് കണക്കാക്കുക. ഒന്നിക്കൽ ഈ ഇന്ദ്രന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബലി തൂവും, അല്ലെങ്കിൽ ഈ അഗ്നിദേവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ബലി തൂവും. ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള എല്ലാ ദേവന്മാർക്കും ഇവർ കൊണ്ടുപോയി വിതരണം ചെയ്തോളും.
അതിൻ്റെ ഡ്യൂട്ടി അവർക്കാണ് എന്നാണ് സങ്കല്പം. ഏതായാലും നമ്മുടെ ചോദ്യം എന്താണ്? ഈ സമയത്ത് നമ്മൾ ക്ഷേത്ര പ്രദക്ഷിണം വെക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഒരുവിധം മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ആനയുടെ പുറത്തേറിയിട്ട് ഭഗവാൻ ഇങ്ങനെ വരും. അപ്പോൾ താഴെ നിന്നിട്ട് ശാന്തിക്കാരൻ അവിടെ ബലി തൂവുകയാണ് ചെയ്യുക, എന്നുവെച്ചാൽ നിവേദ്യം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നിരവധി ഭക്തജനങ്ങൾ ഒന്നിച്ചിങ്ങനെ പോകുന്ന കാണാം, നാമം ജപിച്ചുകൊണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ക്ഷേത്രങ്ങളിലും 3 തവണയാണ് ഇങ്ങനെ ശീവേലി പ്രദക്ഷിണം ഉണ്ടാവുക. ചില ക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും ശരാശരി 3 തവണയാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ തവണത്തെ ഈ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ പ്രദക്ഷിണം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് വിധി. അതെന്താണ് ആദ്യത്തെ തവണ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം? ഇതിനെല്ലാം പിന്നിലൊരു ശാസ്ത്രീയമായതുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒന്നാമത്തെ ആ പ്രദക്ഷിണത്തിൽ നമ്മൾ ആരും ഇവരോട് ഒന്നിച്ച് മേൽശാന്തിമാരുടെയും ആനയുടെയും ഒന്നിച്ച് നടക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രദക്ഷിണം മുതൽ അവരോട് ഒന്നിച്ച് നടക്കാം. കാരണം ഒന്നാമത്തെ പ്രദക്ഷിണത്തിലാണ് ഈ പറയുന്ന നിവേദ്യം ഓരോ ദേവന്മാർക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ നിവേദ്യം ഈ ദേവന്മാർ ഭക്ഷിക്കുന്ന സമയത്ത്, ദേവന്മാരുടെ ഭക്ഷണ സമയത്ത് മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണത്തിന് തടസ്സമാകും. അവിടെ യഥാർത്ഥത്തിൽ ഈ നിവേദ്യം കൊടുക്കുന്ന ആൾക്കാരും ദേവനും അല്ലാതെ മറ്റ് പിന്നെ വാദ്യത്തിൻ്റെ ആൾക്കാർ അങ്ങനെയുള്ള അതിനോടനുബന്ധിച്ച് നിവേദ്യം കൊടുക്കാൻ വേണ്ടി വരുന്ന ആളല്ലാതെ വേറൊരാൾ പോലും ഒന്നിച്ചുണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഉപദേവന് ഈ ഭക്ഷണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവും, അവരത് കഴിക്കാതിരിക്കും, അതിന് തടസ്സമാകും എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ആ ഒന്നാമത്തെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ഒഴിച്ച് ബാക്കി 2, 3, 5 ഒക്കെ ഉണ്ടാവും ചില സ്ഥലത്ത്, ആ സമയത്ത് ഒന്നിച്ച് നമ്മൾക്ക് ആ പ്രദക്ഷിണത്തിൽ പങ്കാളിയാവാം. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് സന്തോഷവാനായിരിക്കുന്ന ആ ഉപദേവന്മാരുടെ അടുത്തുള്ള അനുഗ്രഹം നമുക്ക് കിട്ടുകയും ചെയ്യും. അതും മാത്രമല്ല ഭഗവാനോടൊപ്പം ഒന്നിച്ച് നമുക്ക് നടക്കാനും ആ പ്രദക്ഷിണത്തിൽ പങ്കാളിയാവാൻ, ഭഗവാനോട് ഒന്നിച്ചില്ല ആ പ്രദക്ഷിണത്തിൽ പങ്കാളിയാവാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ശിവേലിയോടൊന്നിച്ച് നിങ്ങൾ ഏത് ക്ഷേത്രമാണുള്ളത് അവരോടൊന്നിച്ച് ആ ഭഗവാനും പോകുമ്പോൾ, ഭഗവാൻ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അതിനുശേഷമുള്ള പ്രദക്ഷിണ സമയത്ത് നമ്മൾ ഒന്നിച്ച് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള പ്രദക്ഷിണം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒന്നിച്ച് പോകരുത് എന്നും കൂടിയുണ്ട്. അപ്പോൾ ഈ സംശയം നിരവധി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.